നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജയിച്ചിട്ടും ഇന്ത്യ എന്തിനു പേടിക്കണം? കുഞ്ഞൻ ടീമുകൾക്ക് മുന്നിൽ തകർന്നടിഞ്ഞ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ രക്ഷിക്കാൻ ഒരാൾ മാത്രം. 77-ന് 6 വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് ഇന്ത്യയെ കരകയറ്റിയ സൂര്യകുമാർ യാദവിന്റെ ആ മാസ് ഇന്നിംഗ്സിന് പിന്നിലെ രഹസ്യമെന്ത്? ഗൗതം ഗംഭീർ അന്ന് സൂര്യയുടെ കാതിൽ പറഞ്ഞ ആ മന്ത്രം എന്തായിരുന്നു? കാണാം ഇന്ത്യയുടെ ഈ ത്രില്ലർ വിജയം. T20 ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ അമേരിക്കയെ 29 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ വിജയം നേടിയെങ്കിലും ആരാധകരെ സംബന്ധിച്ച് ആശാവഹമായ പ്രകടനമായിരുന്നില്ല ഇത്. കളിയിലെ താരമായ നായകൻ സൂര്യകുമാർ യാദവ് ഇത്തരമൊരു പ്രയാസമേറിയ പിച്ചിൽ ടീമിന്റെ ബാറ്റിംഗ് മെച്ചപ്പെടുത്താമായിരുന്നുവെന്ന് തുറന്നു സമ്മതിച്ചിരുന്നു. വിജയത്തിന് പിന്നാലെയാണ് സൂര്യ തന്നെ മോശം പ്രകടനം അംഗീകരിച്ചത്. ജയിച്ചതിനു ശേഷവും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കൂടുതൽ മികച്ച രീതിയിലും ബുദ്ധിപൂർവ്വവും ബാറ്റ് ചെയ്യാമായിരുന്നു. മികച്ച കളിക്കാരനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം പറഞ്ഞു. വിജയശേഷവും മെച്ചപ്പെട്ട ബാറ്റിംഗിന്റെ അനിവാര്യത അദ്ദേഹം ഊന്നി പറഞ്ഞത് ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. സൂര്യകുമാർ യാദവിന്റെ 49 പന്തിൽ നിന്ന് നേടിയ 84 റൺസ് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി മാറിയിരുന്നു. അദ്ദേഹത്തിന്റെ തനതായ ശൈലിയിലുള്ള ബാറ്റിംഗ് വേറിട്ടുനിന്നു. 77 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിൽ തകർന്ന ഇന്ത്യയെ അദ്ദേഹം ചുമലിലേറ്റ് ഭേദപ്പെട്ട സ്കോറിലെത്തിക്കുകയായിരുന്നു. ക്യാപ്റ്റന്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെയാണ് ടീം മാന്യമായൊരു സ്കോറിലെത്തിയത്. പിന്നാലെ താൻ അനുഭവിച്ച കടുത്ത സമ്മർദ്ദത്തെക്കുറിച്ച് സൂര്യകുമാർ വെളിപ്പെടുത്തി. എനിക്ക് എത്രമാത്രം സമ്മർദ്ദം തോന്നിയിരുന്നുവെന്ന് എനിക്ക് മാത്രമേ പറയാൻ കഴിയൂ. പക്ഷേ എനിക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു. അവസാനം വരെ ബാറ്റ് ചെയ്താൽ ഒരു വ്യത്യാസം വരുത്താൻ സാധിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു, സൂര്യ പറയുന്നു. അതിനിടെ നായകൻ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നപ്പോൾ പരിശീലകൻ ഗൗതം ഗംഭീർ നിർണായക ഉപദേശവുമായി അദ്ദേഹത്തിന്റെ സഹായത്തിനെത്തിയിരുന്നു. 14 ഓവറിന് ശേഷമുള്ള ഇടവേളയിൽ ഗംഭീർ തന്നോട് പറഞ്ഞത് സൂര്യകുമാർ ഓർത്തെടുത്തു. അവസാനം വരെ ബാറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ട റൺസ് തിരിച്ചുപിടിക്കാനാകുമെന്നായിരുന്നു ഗംഭീറിന്റെ ഉപദേശം. വാങ്കഡെ സ്റ്റേഡിയത്തിൽ കളിച്ചു വളർന്നതിനാൽ പിച്ചിന്റെ സ്വഭാവത്തെക്കുറിച്ച് സൂര്യകുമാറിന് നല്ല ധാരണയുണ്ടായിരുന്നു എന്നതാണ് മത്സരത്തിൽ ഇന്ത്യക്ക് നിർണായകമായത്. ഞാനിവിടെ ഒരുപാട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സമാനമായ വിക്കറ്റുകളിൽ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. 77/6 എന്ന നിലയിൽ നിന്ന് ഒരു ബാറ്റർ അവസാനം വരെ കളിക്കണമെന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു, അദ്ദേഹം വിശദീകരിച്ചു. അതേസമയം ജയിച്ചെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നലത്തെ മത്സരം നല്ല ഓർമ്മകളല്ല നൽകുക. പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മയെ പോലെയുള്ള താരങ്ങൾക്ക് ഒരു പുനർചിന്തയുടെ ആവശ്യമാണുണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര ടൂർണമെന്റിലെ തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഡക്കായി മടങ്ങാനായിരുന്നു അഭിഷേകിന്റെ വിധി. വലിയ ടൂർണമെന്റുകളിലെ സമ്മർദ്ദം താങ്ങാൻ യുവതാരങ്ങൾക്ക് കഴിയുമോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. വിജയം മധുരമുള്ളതാണെങ്കിലും വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങൾക്ക് മുന്നേ ഇന്ത്യക്ക് ഇതൊരു കണ്ണു തുറപ്പിക്കുന്ന മത്സരമാണ്. കുഞ്ഞൻ ടീമുകൾ പോലും കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ഈ ലോകകപ്പിൽ ബാറ്റിംഗ് നിര കൂടുതൽ ഉത്തരവാദിത്തം കാണിച്ചേ മതിയാകൂ. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞതുപോലെ ബുദ്ധിപൂർവ്വം ബാറ്റ് ചെയ്യുക എന്നതാണ് ഇനി മുന്നോട്ടുള്ള വഴി. യുവതാരങ്ങൾ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ഫോമിലേക്ക് തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ അടുത്ത മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ആവശ്യമുണ്ടോ? അതോ ഇതേ ടീമുമായി മുന്നോട്ടു പോകണോ? കമന്റ് ബോക്സിൽ അറിയിക്കൂ.